മറിയ, കോച്ച് ടൈമിംഗ് മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നാഷണൽസിൽ ഗോൾഡ് കിട്ടാനുള്ളതായിട്ടില്ല. കഴിഞ്ഞ തവണ കിട്ടിയ ബ്രോൺസ് കിട്ടിയാൽ തന്നെ ഭാഗ്യം. ഇല്ല കോച്ച്, എനിക്ക് ഉറപ്പുണ്ട് ഇത്തവണ ഗോൾഡ് കിട്ടും. പിന്നൊരു കാര്യം, ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ ഡയറ്റിന്റെ കാര്യം മറന്നേക്കരുത്. ഓക്കെ, ബ്രേക്ക് ചെയ്തു. താങ്ക് യു കോച്ച്. വേമാ വേമാ, അങ്ങനെ അല്ലെങ്കിൽ ഇന്ന് കളിപ്പില്ല. നീ എന്തെന്ന് ലേറ്റ്? സത്യം പറഞ്ഞ ഉറങ്ങിപ്പോയി. ട്രെയിനിങ് മിസ്സായി. കോച്ചിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ അത് വിട്. നാഷണൽ ഗെയിംസിന് ഒരു 5-6 മാസം കൂടെ ഉള്ളൂ. നീ കുറച്ചും കൂടെ സീരിയസ് ആണോ? ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? ആ, മമ്മിക്ക് എങ്ങനെയുണ്ട് ഇപ്പൊ കാലുവേദന? ഡോക്ടർമാര് പുതിയ മരുന്നുകളൊക്കെ ഇപ്പൊ മമ്മിയിലാ പരീക്ഷിക്കുന്നത്. വെറുതെ കാശ് പോകുന്നല്ലാതെ വലിയ ഗുണമൊന്നുമില്ല. ഞാനേ ഒരു കാര്യം കാണിച്ചു. എന്ത് നോക്ക്, എങ്ങനെയുണ്ട്? കൊള്ളാം. മറിയ ഫ്രാൻസിസ് ഇട്ട മിണ്ടായിരുന്നേ, ആരെങ്കിലും കാണും. ആരെങ്കിലും കണ്ട എനിക്കെന്താ ഇട്ട കാര്യം. എങ്ങനെയുണ്ട്? സംഭവം കൊള്ളാം. നാഷണൽ ഗെയിംസിൽ ഇതിട്ട് ഇറങ്ങുമ്പോഴേ ഒരു റിച്ച് ലുക്കൊക്കെ കിട്ടും. ഞാനിത് പെടില്ല. എന്താ? ഇന്ത്യൻ ജേഴ്സി ആയിട്ട് കളിക്കുമ്പോഴേ ഇതിടും ഞാൻ അപ്പയ്ക്ക് വാക്ക് കൊടുത്തതാ. ബെസ്റ്റ്. ഇനി അതിന് വലിയ താമസമൊന്നും ഇല്ലല്ലോ. അഞ്ജു, മീനാക്ഷി, നന്ദന, അഞ്ജന, ശ്രീലക്ഷ്മി, ദീപിക, നവമി, സാരാമ, ടീച്ചർ, മീത്തുമോൾ, സജന, ഗൗരി, ലിറ്റി. നിങ്ങൾ 12 പേരും ഇന്നു മുതൽ നമ്മുടെ സ്കൂൾ ഖോഖോ ടീമിന്റെ ഭാഗമാണ്. അപ്പോൾ ഇനി കുറച്ചും കൂടി സീരിയസ് ആയി കളിച്ചു തുടങ്ങണം. വരുന്ന സബ് ജില്ലാ ടൂർണമെന്റിൽ നമ്മളുടെ സ്കൂളിന് വേണ്ടി മത്സരിക്കാൻ പോകുന്നത് നിങ്ങൾ 12 പേരായിരിക്കും. അഞ്ജു ആയിരിക്കും ഈ ടീമിന്റെ ക്യാപ്റ്റൻ. നമ്മുടെ ശിവചേട്ടനായിരിക്കും ഈ ടീമിന്റെ മാനേജർ. അപ്പൊ തുടങ്ങല്ലേ? ഈ സ്പീഡും കൊണ്ടാണോ കളിക്കാൻ വന്നത്? കോക്കോ കളിക്കാൻ വന്നാണോ അതോ സാറ്റ് കളിക്കാൻ വന്നാണോ? ഇങ്ങനെയാണോ ചേസ് ചെയ്യുന്നത്? ഡിഫൻഡേഴ്സ് വന്നെങ്കിൽ നിന്നരും വായന വന്ന് തൊട്ടോന്ന് പറഞ്ഞിട്ട്. ഈ സ്പീഡ് വെച്ചിട്ടാണോ കോക്കോ കളിക്കാൻ പോകുന്നത്? ടീച്ചർ ഭയങ്കര വെയിലോ ടീച്ചറെ. വെയിലൊന്നും കൊള്ളാൻ പറ്റില്ലെങ്കിൽ നീ എന്തിനാണ് സ്പോർട്സ് എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നിരിക്കുന്നത്? ക്ലാസ് പോയി ഇറങ്ങി പോ, ക്ലാസ് പോ. വെയിൽ കൊള്ളാൻ പറ്റില്ല, സ്പോർട്സിന് ഇറങ്ങിയിരിക്കുക. ടീച്ചറെ വെള്ളം വേണം. വെള്ളം മാത്രം മതിയോ? വേറെന്തെങ്കിലും? ഒരു തരി ഡെഡിക്കേഷൻ. ഞാൻ നിർത്തിയിട്ടോ, എനിക്ക് മതിയായി. ഇതെന്താണ് പ്രാക്ടീസ്? അതോ കൊല്ലാൻ കൊണ്ടുള്ളതോ? പണ്ടാരതും പൊരു വെയിലത്ത്. എന്റെ പൊന്നെ ഇതുണ്ടാ. ഓ സത്യം, ഞാൻ വെയിലത്തൊന്ന് കറുത്തോയി. ഓ പണ്ട് പിന്നെ ആപ്പിൾ പോലെ ചുവന്നിരിക്കാനല്ലേ? ആണോ? ഇല്ലല്ലേ. ഡേ അഞ്ജു, നീ പോകുന്നില്ലെങ്കിൽ പിന്നെ ഞാനും ഇല്ലാട്ടാ. അത് മതി. നിങ്ങളാരും പോണില്ലെങ്കിൽ ഞാനും ഇല്ല. പിന്നെ നീ പോണ്ടോ? ഞാൻ പോ.
എന്താ ടീച്ചർ പറഞ്ഞതല്ലേ? നീ ഒറ്റയ്ക്ക് പോവോ? പോണം. ഏട്ടി നീയോ? ആ പോവും. ഞാൻ പോകുന്നുണ്ട്. പോവോ നീ? ഇല്ല, ഞാൻ പോണില്ല. ആ അതാണ് എനിക്ക് നല്ലത്. നീയും പോകുന്നില്ല. അല്ല, അതെങ്ങനെ ശരിയാവും? ടീച്ചർ പറഞ്ഞതല്ലേ, അപ്പൊ പോണം. നീ പോകുന്നില്ല, അത്രേ ഉള്ളൂ. Did you catch me? Did you see me while I ran around the bush? Together we were running till the sun got up and boom. Are you scared about the fact that I will be alone? Well, you ain't gonna worry more, cause I'ma be alone. Dum 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 dum. Dum 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 dum. ഇരുന്നിരുന്നോ, ഞാൻ നിങ്ങൾ പ്രാക്ടീസിന് കൊണ്ടുപോകാൻ വേണ്ടി വന്നൊന്നുമല്ല. കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, അതേറെ വന്നാ എല്ലാരും കൊടുക്ക്. ടീച്ചറെ പായസം ഉഗ്രൻ. അപ്പനുണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നത്. ശരിക്കും ആ പായസ ഉഗ്രൻ. എന്നാ നമുക്കും കൂടെ ഒരു ദിവസം ഉണ്ടാക്കി തരാൻ പറഞ്ഞേ ടീച്ചറെ. പണ്ട് ചില ദിവസേ ഈ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ശരിക്കും ക്ഷീണിച്ച് വീട്ടിൽ വരുമ്പം അടുത്ത ദിവസം വീണ്ടും പ്രാക്ടീസിന് പോകണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ മടി വരും. അപ്പം ഉണ്ടാക്കി തരുന്ന ഈ പായസം. ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ അപ്പം പറയും, ഞാൻ എന്റെ സ്വപ്നത്തിന് വേണ്ടി 101% പരിശ്രമിച്ചു എന്ന് എനിക്ക് തോന്നുന്ന ദിവസം നമ്മൾ ആഘോഷിക്കണം. ഞാൻ നിങ്ങളെ കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടിച്ചു എന്ന് എനിക്കറിയാം. നിങ്ങളുടെ പ്രായം പോലും ഞാൻ മറന്നു. ശരിക്കും പറഞ്ഞ ഖോഖോയോടുള്ള നിങ്ങളുടെ ആവേശം കണ്ടപ്പം ഞാൻ ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടിയതാ. അതിന് ആദ്യം തന്നെ വലിയൊരു സോറി. ഒരു വലിയ സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ പാതി വഴിയെ തോറ്റുപോയ ഒരാളാണ് ഞാൻ. അറിഞ്ഞോ അറിയാതെ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ജീവിതകാലം മൊത്തം അതിന്റെ ഭാരം ഞാൻ ചുമക്കേണ്ടി വരും. എപ്പോഴും എന്റെ ഒപ്പം മത്സരിക്കുന്നവരിലായിരുന്നു എന്റെ ശ്രദ്ധ. അവരെന്ത് ചെയ്യുന്നു നോക്കി അവരുടെ ഒപ്പം എത്തിപ്പെടാനായിരുന്നു എന്റെ ശ്രമം. അതിന്റെ ഇടയിൽ എപ്പോഴോ എന്റെ ഉള്ളിലേക്ക് തന്നെ നോക്കാൻ ഞാൻ മറന്നു. എന്റെ കഴിവുകളിൽ വിശ്വസിക്കാൻ ഞാൻ മറന്നു. ഒരുപാട് വൈകിയാണ് മറ്റൊരാളെ പോലെ ആകാൻ എനിക്ക് സാധിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങൾ ഓരോരുത്തരും ഒരുപാട് സ്പെഷ്യലാണ്. നിങ്ങൾ ഓരോരുത്തരിലും എനിക്ക് ഒരുപാട് പ്രതീക്ഷയും വിശ്വാസവും ഉണ്ട്. എല്ലാവരും റെഡിയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് വലിയൊരു സ്വപ്നം കാണാം. ഈ തുരുത്തിനും കായലിലും ഒക്കെ അപ്പുറം വിശാലമായൊരു ലോകത്തേക്ക് നമുക്ക് പോകാം. അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ചിറക് മുളയ്ക്കും. ആ ചിറകൊക്കെ വിരിച്ച് നിങ്ങൾക്ക് പറന്നുയരാം. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്ര ദൂരത്തേക്ക്, മനോഹരമായൊരു ലോകത്തേക്ക്. ടീച്ചറെ, ഇത്രയധികം സ്പോർട്സിനെ സ്നേഹിച്ചിട്ട് പിന്നെ എന്തിനാ സ്വപ്നം വേണ്ടെന്ന് വെച്ചത്?